الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവന് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി തജ്വീദിൻ്റെ പല നിയമങ്ങൾ നാം ഇവിടെ പഠിക്കുകയുണ്ടായി. മഖാരിജുൽ ഹുറൂഫുകൾ, ഓരോ അക്ഷരങ്ങളുടെയും യഥാർത്ഥ ഉത്ഭവസ്ഥാനം നാം പഠിച്ചു മനസ്സിലാക്കി. അതിനുശേഷം അഹ്കാമുൻ നൂന് സാക്കിന വത്തൻവീൻ പഠിച്ചു. അതിന് ശേഷം അന്നൂനു വൽ മീമുൽ മുഷദ്ദദത്തൈൻ, പിന്നീട് അഹ്കാമുൽ മീമുസാക്കിന, ഇത്രയും കാര്യങ്ങൾ നാം ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കുകയുണ്ടായി. അത് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ പഠിച്ചുപോയ നിയമങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട് ഓതുവാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. ഇന്നു മുതൽ പുതിയ ഒരു വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത്. അൽ മദ് വൽ ഖസ്ർ. വളരെ വലിയൊരു ബാബാണ് ശരിക്ക് അൽ മദ് വൽ ഖസ്ർ എന്നുള്ളത്. നീട്ടി ഉച്ചരിക്കുക, അതുപോലെ ചുരുക്കി ഉച്ചരിക്കുക. സാധാരണഗതിയിൽ ആളുകൾ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഓരോരുത്തരും അവരവർക്ക് നീട്ടാൻ എപ്പോഴാണോ സാധിക്കാറുള്ളത് ആ സമയത്ത് നീട്ടി ഉച്ചരിക്കും. അത് അവിടെ മദ് ചെയ്യേണ്ട സ്ഥലമാണോ അല്ലേ എന്ന് നോക്കാറില്ല. ചിലപ്പോൾ നിർബന്ധമായും നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടാതെ വളരെ ചുരുക്കി പാരായണം ചെയ്യുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് രണ്ടും ശരിയല്ല. നീട്ടി ഓതുന്നതിനും ചുരുക്കി ഓതുന്നതിനുമൊക്കെ നിയമങ്ങൾ തജ്വീദിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഓതുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നാം ഈ ബാബ് അൽ മദ് വൽ ഖസ്ർ എന്ന ബാബ് നാം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ മദ് എന്ന ബാബിൻ്റെ അടിസ്ഥാനം തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഖതാദ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണ രൂപം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാന യമുദ്ദു മദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയാണ് പാരായണം ചെയ്തിരുന്നത്. ഓരോ ആയത്തും ഓരോ ഹർഫുകളും അതിനെവിടെയൊക്കെ നീട്ടണമോ ആ നീട്ടേണ്ട സ്ഥാനത്തൊക്കെ നീട്ടി, ചുരുക്കേണ്ട സ്ഥാനത്തൊക്കെ ചുരുക്കി, അങ്ങനെ അതിൻ്റെ ശരിയായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു ലഫ്ളിൽ നമുക്ക് കാണാൻ സാധിക്കും, സഅൽതു അനസൻ കൈഫ കാനത് ഖിറാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണ രൂപം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ഖാല കാന യമുദ്ദു സൗതുഹു മദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശബ്ദം നീട്ടി ഉച്ചരിച്ചിരുന്നു എന്ന്
അവിടുന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇനി എന്താണ് മദ്, എന്താണ് ഖസ്ർ? ഇത് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. മദ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷാപരമായി ലുഗത്തിൽ സിയാദ, വർധനവ്, അധികരിപ്പിക്കൽ, നീട്ടൽ എന്നൊക്കെയാണ് അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഖുർആനിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നത് കാണാം. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സന്താനങ്ങളെയും ധനത്തെയും നാം വർദ്ധിപ്പിച്ചു തരും, നീട്ടിത്തരും എന്നൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മദ്ദ യമുദ്ദു എന്നത് ലുഗത്തിൽ നീട്ടുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ്. അത് സാങ്കേതികമായി അതിൻ്റെ അർത്ഥം വരുന്നത് ഇതാലത്തു സൗതി ബിഹർഫിൽ മദ്ദി അവില്ലീനി ഇൻദ വുജൂദി സബബ്. ഇതാലത്തു സൗതി ബിഹർഫിൽ മദ്, ഹർഫുൽ മദ്ദിനെ നീട്ടി, അതിൻ്റെ ശബ്ദത്തെ നീട്ടി ഉച്ചരിക്കലാണ്, അല്ലെങ്കിൽ ലീനിനെ നീട്ടി ഉച്ചരിക്കലാണ്. ഹർഫുൽ ലീൻ, അതിനെ നീട്ടി ഉച്ചരിക്കലാണ്. എപ്പോൾ? ഇൻദ വുജൂദി സബബ്, അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായാൽ, അതിനെന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോൾ ഹർഫു മദ്ദിനെ അല്ലെങ്കിൽ ഹർഫു ലീനിനെ സാധാരണയുള്ള അവസ്ഥയിൽ നിന്നും നീട്ടി ഉച്ചരിക്കുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് അൽ ഖസ്ർ എന്നുള്ളത്. അപ്പോൾ ഖസ്ർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഷാപരമായി അൽ ഹബ്സ് വൽ മന എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിടിച്ചു വെക്കുക, തടയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് ഇസ്തിലാഹിൽ സാങ്കേതികമായി നമുക്ക് അതിൻ്റെ താരീഫ് കാണാൻ സാധിക്കുക. ഇസ്ബാത്തു ഹർഫുൽ മദ്ദി അവൽ ലീനി മിൻ ഗൈരി സിയാദത്തിൻ ഫീഹി ലഅദ്മി വുജൂദി സബബ്. ഹർഫ് മദ്ദിനെയും ഹർഫ് ലീനിനെയും മറ്റ് കാരണങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ അതിനെ ആ ഹർഫ് മദ് എത്രയാണോ ഉള്ളത് അതിൽ തന്നെ സ്ഥാപിക്കുക, അതിൽ തന്നെ നിലനിർത്തുക എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ശരിക്ക് മദ് എന്ന് പറയുന്നത് നീട്ടി ഉച്ചരിക്കലാണ്. അത് 2 ഹറക്കത്താണേലും നീട്ടലാണ്, 3 ഹറക്കത്താണേലും നീട്ടലാണ്, 4 ഹറക്കത്താണേലും നീട്ടി ഉച്ചരിക്കുക എന്നാണ് പറയുക. ഖസ്ർ എന്ന് അതിൻ്റെ ഭാഷാപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നീട്ടാതെ ഉച്ചരിക്കുക എന്നുള്ളതാണ്, ചുരുക്കി വെക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക. എന്നാൽ തജ്വീദിൻ്റെ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ഹറക്കത്തിൽ ചുരുക്കുക എന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. 2 ഹറക്കത്തിന് മുകളിലേക്ക് നീട്ടി ഉച്ചരിക്കുന്നതിനൊക്കെ മദ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഹുറൂഫുൽ മദ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 3 അക്ഷരങ്ങളാണുള്ളത്. വായ് എന്ന ഒറ്റ കലിമയിൽ നമുക്ക് ആ അക്ഷരത്തെ കാണാൻ സാധിക്കും. അതിന് വയുത്ലഖു അലൈഹ ഹുറൂഫു മദ്ദിൻ വലീൻ, ഈ 3 അക്ഷരങ്ങൾക്കും ഹുറൂഫുൽ മദ് എന്നും പറയും, ഹുറൂഫുൽ ലീൻ എന്നും പറയും. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ മദ്, ഹുറൂഫുൽ മദ് എന്ന് പറയുന്നത് ലിഇംതിദാദി സൗതി ബിഹ, ആ ഹർഫ് ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം അല്പം നീട്ടി ഉച്ചരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഹർഫ് മദ് എന്ന് പറയുന്നത്. എന്നാൽ ഹർഫ് ലീൻ എന്ന് പറയുന്നത് ലി ഖുറൂജിഹ ബിസുഹൂലത്തിൻ വഅദ്മു കുൽഫ, അത് വളരെ എളുപ്പത്തിലും പ്രയാസമില്ലാത്ത രൂപത്തിലും അത് പുറപ്പെടുന്നത് കൊണ്ടാണ്, ആ അക്ഷരങ്ങൾ പുറപ്പെടുന്നതും അത് ഉച്ചരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അതിനെ ഹർഫുൽ ലീൻ എന്നും പറയുന്നു. ഇതാണ് ഈ ഹർഫുൽ മദ്ദിൻ്റെയും ഖസ്റിൻ്റെയും തുടക്കത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. മദ് എന്ന് പറഞ്ഞാൽ നീട്ടി ഉച്ചരിക്കുക. അതിനുള്ള ചില കാരണങ്ങൾ ഉണ്ടാകും, അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഖസ്ർ എന്ന് പറയുന്നത്
ചുരുക്കി ഉച്ചരിക്കലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹർഫ് മദ്ദിൻ്റെയും ഹർഫ് ലീനിൻ്റെയും വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാം. തുടർന്ന് അങ്ങോട്ട് ഓരോ മദ്ദുകളും നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പാരായണം ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെവരെയും അവൻ്റെ ഖുർആൻ പഠിക്കുകയും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് പാരായണം ചെയ്യേണ്ട രൂപത്തിൽ പാരായണം